ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LED ബൾബുകളൊക്കെ എങ്ങനെ സർവീസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് LED ബൾബുകളൊക്കെ നമ്മൾ സാധാരണ ഒരു വർഷമൊക്കെ ഗ്യാരണ്ടി വരുന്ന LED ബൾബുകളൊക്കെ നമ്മൾ ഗ്യാരണ്ടി കഴിഞ്ഞാലും പിന്നീട് നമുക്കത് കളയലാണ് സാധാരണ. അപ്പോൾ നമ്മൾ കുറഞ്ഞ ചിലവിൽ അതെങ്ങനെ നന്നാക്കിയെടുക്കാൻ നോക്കാം. പിന്നെ കൂടാതെ 60 വാട്ട്സ് 75 വാട്ട്സിൻ്റെയൊക്കെ വലിയ LED ബൾബുകളൊക്കെ വരുന്നുണ്ട്. 1000 രൂപ വരെ വിലയുള്ള LED ബൾബുകളൊക്കെ നമുക്ക് 100 രൂപ വരെ റേഞ്ചിലൊക്കെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി വയ്ക്കുക. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് LED ബൾബ് സർവീസ് ചെയ്യുന്നതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ LED ബൾബ്. നമുക്കിത് സർവീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് സിലിക്കൺ ജെല്ല് വെച്ചിട്ടാണ് കമ്പനി ഇത് ഒട്ടിച്ചിട്ടുണ്ടാവുക. നമുക്കത് മെല്ലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് കത്തി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് തിക്കി കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഊരിയെടുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇത് അലുമിനിയം ഷീറ്റിലാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഷീറ്റിൽ നിന്ന് നമുക്കത് വേർപ്പെടുത്തിയെടുക്കണം നമുക്ക് LED. അപ്പോൾ ഇത് സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് തിക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാവുന്നതാണ്. കൂടാതെ ഇതിൽ 2 വയർ കണക്ഷൻ കാണുന്നുണ്ട്. നമുക്കത് സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ഷൻ വിടിക്കുകയും വേണം. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഊരിയെടുക്കാൻ കിട്ടിയിട്ടുണ്ട്. ചിലത് കുറച്ച് ടൈറ്റ് ഉണ്ടാവും, അത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇങ്ങോട്ടേക്ക്. ഇനി നമുക്ക് സോൾഡറിങ് വിടിച്ചെടുക്കണം. നമുക്ക് സോൾഡറിങ് വിടിച്ചെടുക്കാം. ഇതിൽ വരുന്ന LED 9 വോൾട്ടിൻ്റെ LED ആണ് വരുന്നത്. മിക്കവാറും LED 9 വോൾട്ടാണ് വരുന്നത്. പിന്നെ ഒരു മൊഡ്യൂളും കൂടി ഇതിൽ വരുന്നുണ്ട്, കൺട്രോളിന് വേണ്ടിയിട്ട് പവർ സപ്ലൈ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കിതിൻ്റെ കേസ് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് സംഭവമൊക്കെ നമുക്ക് ഊരി മാറ്റാം. അപ്പോൾ ഈ മൊഡ്യൂൾ വരുന്നത് 75 വോൾട്ടോളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ നമുക്കിനി ആവശ്യമില്ല, നമുക്കത് ഊരി മാറ്റാം. അപ്പോൾ പുറകിൽ സോൾഡറിങ് ലെഡ് ഉണ്ടാവും, നമുക്കത് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതിൽ അലുമിനിയം ഷീറ്റ് വരുന്നത് ഹീറ്റ് ഓവർ വരുന്നതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അലുമിനിയത്തിൻ്റെ ഷീറ്റൊക്കെ ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കറക്റ്റ് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ പുതിയ LED ബൾബ് കയറ്റുമ്പോഴും നമ്മൾ കറക്റ്റ് ഒട്ടിച്ചു കൊടുക്കണം. സാധാരണ ഇങ്ങനത്തെ LED ബൾബുകളിൽ മൊഡ്യൂളാണ് കംപ്ലൈൻറ്റ് വരാറുള്ളത്. അപ്പോൾ മൊഡ്യൂൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. LED ബൾബ് ഇതിൽ സീരിയൽ കണക്ഷനിൽ വരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു LED പോയാലും നമുക്കിത് വർക്കാവുന്നതല്ല. അപ്പോൾ നമുക്ക് ആ LED ബൾബിന് പകരം അവിടെ ഒരു 10 ഓംസിൻ്റെ ക്വാർട്ടർ വാട്ട് റെസിസ്റ്റർ ഇട്ടിട്ട് നമുക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള LED ബൾബുകളൊക്കെ നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്നൊരു ഫ്യൂസിബിൾ റെസിസ്റ്റർ കാണാം. പിന്നെ ഒരു ബ്രിഡ്ജ് ഡയോഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരുന്നത് ഒരു റെഗുലേറ്റർ IC ആണ്. പിന്നെ ഔട്ട്പുട്ട് ഒരു കോയിൽ വഴി LED ബൾബിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് വരുന്നത്. ഇനി നമുക്കിതൊന്നും വേണ്ട, നമുക്കിതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പുതിയ ടൈപ്പ് വരുന്ന ബോർഡ് നമുക്കിതിൽ സെറ്റ് ചെയ്യണം. സാധാരണ സിലിക്ക ജെൽ വെച്ചിട്ടായിരിക്കും ഒട്ടിച്ചിട്ടുണ്ടാവുക. നമുക്കത് മെല്ലെ തിക്കി എടുത്ത് കളയാം. അതിന് ശേഷം നമുക്കവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഫ്ലക്സ് ക്യൂക്കോ വലിയ ബോം ഫിക്സ് അങ്ങനെ ഗമ്മ വെച്ചിട്ട് നമുക്ക് LED ബോർഡ് നമുക്ക് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്ലക്സ് ക്യൂക്കാണ്. ഫ്ലക്സ് ക്യൂക്ക് ഇട്ടിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. ഇതിലിപ്പോൾ ന്യൂട്രൽ ഫേസ് എന്ന് പറഞ്ഞിട്ട് 2 കണക്ഷനാണ് നമുക്കിതിൽ കാണുക. അത് നമുക്ക് ആ കണക്ഷനിലേക്ക് നമുക്ക് വയർ സോൾഡർ ചെയ്തിട്ട് നമ്മുടെ LED ബൾബിൻ്റെ സോക്കറ്റിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ 2 ചെറിയ കഷ്ണം വയർ മാത്രം മതി നമുക്കിത് കണക്ട് ചെയ്യാൻ. നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ബൾബ് ഹോൾഡർ പിന്നിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം.
പിന്നീട് നമുക്ക് ആ 2 വയർ നമുക്ക് LED ബൾബ് ഹീറ്റ് സിങ്കിൽ ഒട്ടിച്ചിട്ടുള്ളതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫേസും ന്യൂട്രും സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ LED വർക്ക് കഴിഞ്ഞു. ഇത്ര സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. സാധാരണ കുടിൽ വ്യവസായം പോലെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ ഇതുപോലുള്ള ബോർഡുകളും കാര്യങ്ങളും കിറ്റുകളൊക്കെ നമുക്കിപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ LED ബൾബിൻ്റെ വർക്ക് കഴിഞ്ഞു. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബൾബ് ഓക്കെയാണ്. നമുക്ക് ഇനി 60 വാട്ട്സും 75 വാട്ട്സിൻ്റെയൊക്കെ LED ബൾബിലേക്ക് നമുക്ക് ഇതേപോലത്തെ ബോർഡ് കണക്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇത്തരം ബോർഡുകളിൽ ഞാൻ 12 വാട്ട്സ് 15 വാട്ട്സിൻ്റെ ബോർഡുകളാണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മൾ ഹീറ്റ് സിങ്ക് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് പാരലായിട്ട് നമുക്ക് 4 ബൾബുകൾ നമ്മളതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഓണാക്കി നോക്കാം. പുതിയ ബൾബിൻ്റെ അതേ ബ്രൈറ്റ്നസ്സിന് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇനി നമ്മളൊരു 15 വാട്ട്സിൻ്റെ ബോർഡ് സെറ്റ് ചെയ്തിട്ടില്ല, മറ്റൊരു ബൾബ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ അടുത്ത് പോയിട്ടുള്ള ഏത് ബൾബ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സർവീസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.